ഹായ്, വി ആർ ഫ്രം SMT ടെക്നിക്കൽ ടീം. നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ബോർഡ് മാസ്റ്ററോ വാച്ച് സെൻറ്ററോ ഒക്കെ പോലെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടല്ല, ഒരു ക്രോം എക്സ്റ്റൻഷൻ ആയിട്ടാണ്. ഏകദേശം മാർക്കറ്റിലെ 8,000 റുപ്പീസ് വാല്യൂ ഉള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിളാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് മാക്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഫോണിൽ ചെയ്യാൻ പറ്റില്ല, ഫോണിൽ യൂസ് ചെയ്യുന്ന സെർവർ വേറെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സാധനം എന്ന് പറയുന്നത് CRM ടൂളാണ്. അതായത് CRM ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കസ്റ്റമേഴ്സിനെ മെസ്സേജ് അയക്കാൻ, നോക്കാൻ, അവർക്ക് കറക്റ്റ് ഡീൽ ചെയ്യാൻ, അവരെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഫോളോ അപ്പ് ആയിട്ട് കസ്റ്റമേഴ്സിന് മെസ്സേജസ് സെൻഡ് ആവും. അതായത് നിങ്ങൾ മാനുവലി അയച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് ഇൻട്രസ്റ്റ് കാണിച്ച ആൾക്കാർക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റന്നാളെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ടൂളാണ് CRM ടൂൾ എന്ന് പറയുന്നത്. ഈ CRM ടൂളിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ക്രോമിൽ എക്സ്റ്റൻഷൻ പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെയാണ് ടാബ് ഉണ്ടാവുക. സാധാ ക്രോമിൽ നിങ്ങൾ വാട്സപ്പ് വെബ് ഓപ്പൺ ആക്കുക. ആ ഒരു ഏത് വാട്സപ്പാണോ ആ വാട്സപ്പിലേക്കാണ് നമ്മൾ ലൈസൻസ് കീ തരുന്നത്. സോ നമ്മൾ ലൈസൻസ് കീ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ മാനേജ് ലൈസൻസ് കീൻ്റെ അവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലൈസൻസ് കീ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ടാബിലേക്ക് വരും. ഇവിടെ അൺറീഡ് ആയിട്ടുള്ള ഇത്രയും മെസ്സേജസ് ഉണ്ട്. ഇത്രയും മെസ്സേജസ് ടോട്ടലായിട്ടുള്ള മെസ്സേജ് ഞാനിതിൽ ചാറ്റിലുണ്ട്. ഗ്രൂപ്പ് ഇത്രയും മെസ്സേജസ് ഉണ്ട്. റീപ്ലൈ കൊടുക്കാത്ത ആൾക്കാർക്കുണ്ട്. അതായത് അവരിങ്ങോട്ട് മെസ്സേജ് ഇടും, റീപ്ലൈ കൊടുക്കാത്ത ഇത്രയും മെസ്സേജസ് ഉണ്ട്. ബിസിനസ് അക്കൗണ്ടുള്ള ഇത്രയും ആൾക്കാരുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടുള്ള എത്ര പേരുണ്ട്. ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ടാബ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക. ചാറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതാക്കുക, വേറെ നമ്പർ സേവ് ചെയ്യുക, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്രോഡ്കാസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ നമ്പേഴ്സ്, അതായത് ഗൂഗിൾ ഷീറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത്രയും ഈ നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ നമ്പേഴ്സിലേക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, അപ്ലോഡ് CSV ഫയൽ അല്ലെങ്കിൽ Excel ഫയൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും Excel ഫയലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ Excel ഫയലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ തൽക്കാലം നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 91 കൊടുത്തിരിക്കണം. കാരണം കൺട്രി കോഡ് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് മെസ്സേജ് കറക്റ്റായിട്ട് സെൻഡ് ആവുക. ഇനി അതല്ല, നിങ്ങൾക്കിത് 1-to-1 മെസ്സേജാണ്. ഇനി അതല്ല ഗ്രൂപ്പിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങളെ അടുത്തുള്ള ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അലൗഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്കും ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അയക്കാൻ പറ്റും. ഇനി അതല്ല, അടുത്ത ലാബിൽ സെക്ഷൻ, അതായത് ഓരോ ലാബിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ലാബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു പോയ സാധനമാണ്, പക്ഷേ ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഫോൺ എടുത്തിട്ട് ബിസിനസ് വാട്സപ്പിൽ ഓരോ ചാറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാബിലേക്ക് പോകുന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലാബിൽ പല ടൈപ്പ് ഓഫ് ലാബിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ലാബിലല്ല, വേറൊരു ലാബിലാണ്, അതായത് വേറെ എന്തെങ്കിലും സർവീസിന് വേണ്ടിയിട്ടാണ് വന്നു വെച്ചാൽ ആ ലാബിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ലാബിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഈ ഒരു ടൂളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ജസ്റ്റ് പെൻഡിങ് പേയ്മെൻറ്റ്, അതായത് ജസ്റ്റ് എനിക്ക് പേയ്മെൻറ്റ് തരാൻ പെൻഡിങ് ഉള്ള ആൾക്കാരെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ അത് ആദ്യം നമ്മൾ വാട്സപ്പിൽ ഇതേപോലെ ലാബിലാക്കണം. അതായത് ഇത്ര ചാറ്റ് നിങ്ങൾക്ക് ഇന്ന ആൾക്കാരിലേക്ക് ലാബിലാക്കി വെക്കാം. അപ്പോൾ ആ ആൾക്കാരിലേക്ക് മാത്രം, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെ ഒരു 30%, നിങ്ങളെ ഏകദേശം ഒരു 75% വാട്സപ്പിൻ്റെ വർക്കും ഇവിടെ തീരും. പിന്നെ കൺവിൻസിങ് കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്കൊരു വർക്കായിട്ട് വരുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1-to-1 ഇവിടെ 1-to-1 എടുത്തിട്ട് പിന്നെ ടാബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാബ് പുതിയ, അതായത് ഗ്രൂപ്പ് ഓഫ് കുറച്ച് ആൾക്കാരെ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1-to-1 ഇവിടെ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെസ്സേജാണ്. മെസ്സേജസ് അയക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു ഇമേജ് എക്സ്ട്രാ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് പ്ലസ് ഇമേജ് വീഡിയോ എന്ന് പറഞ്ഞ
പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഓഡിയോ ആക്കണമെങ്കിൽ ഓഡിയോ ആക്കാം, കോൺടാക്ട്സ്, ബട്ടൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ്, അതായത് നിങ്ങൾ കാറ്റലോഗ് ഇട്ടിരിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഈസ് എ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇമേജ് പ്ലസ് വീഡിയോ കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നെയിം, അതായത് ഒന്നെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന പേരെന്താണോ അത് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് അങ്ങനെ മെസ്സേജ് പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണോ വാട്സപ്പിൽ ഫസ്റ്റ് നെയിം കൊടുത്തിട്ടിരുന്നത് ആ ഒരു ഫസ്റ്റ് നെയിം അവർ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലാവും. എന്നിട്ട് അതിന് ശേഷം അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമേജസ് സെൻഡ് ആക്കുക. ഇമേജസ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ ആണെങ്കിലും അവിടെ സെലക്ട് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ്സ്, എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ഓരോരുത്തർക്ക് മെസ്സേജ് പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ടു 20 സെക്കൻഡ് ആക്കുക. കാരണം ഇത് കൂടുതലായിട്ട് ഭയങ്കര സ്പീഡിൽ പോകാനൊക്കെ നമുക്ക് ഭാവിയിൽ പറ്റും. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ദിവസം 3000-4000 നമ്പേഴ്സിലൊക്കെ അയക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. 10 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ് ജസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഇവിടെ പ്രീവിയസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കുക. അവർ ഒന്ന് കൺഫർമേഷൻ ചെയ്യും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സെൻഡ് ആവുന്നത്, സ്റ്റാർട്ട് സെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ 20 സെക്കൻഡ്സ് കൊടുത്തുകൊണ്ട് ആ ഒരു ടൈം ഡിലേ വരും. ഫസ്റ്റിലൊക്കെ നിങ്ങൾ ആ ഒരു ടൈം ഡിലേ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഒരാൾക്ക് മെസ്സേജ് പോയിട്ടുണ്ട്, കണ്ടോ, ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ടാബ്. നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആഡ് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ആൾക്കാർ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത്ര നിങ്ങളെ ചാറ്റിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സർവീസ് എന്തെങ്കിലും കോഴ്സ് ആണെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ടാബിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ടാബായിട്ട് വരും. അപ്പോൾ അവർക്ക് മാത്രം പിന്നീട് ഭാവിയിൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം മെസ്സേജ് അയക്കാനോ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മെസ്സേജസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. അതായത് മെസ്സേജ് അയക്കണം, എപ്പോഴും ഒരുപാട് ഫോളോ മെസ്സേജ് അയക്കാനുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് മെസ്സേജ് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പുതിയത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കീവേഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കീവേഡ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹായ് എന്ന് പറഞ്ഞത് ഞാൻ കീവേഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇനിയോ ആഡാക്കി വരാം. എന്നിട്ട് സ്പെസിഫിക് വേർഡ്സ്, അതായത് വേർഡ്സ് മാച്ച് ചെയ്ത വേർഡ്സ് വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഒരാളൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിന് എന്താണോ ആ മെസ്സേജിനനുസരിച്ചുള്ള റീപ്ലൈ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ റീപ്ലൈ സ്പെസിഫിക് ഏത് ദിവസമാണ് ഈ റീപ്ലൈസ് പോകേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാ ദിവസവും ഈ റീപ്ലൈ പോകുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വർക്ക് ഫ്ലോ എത്ര ആൾക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എത്ര ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ മെസ്സേജസ് ഇവിടെ ഹായ്, പിന്നെ അവരെ വേരിയേഷബിളിൽ ഇങ്ങനെ അവർ ഫസ്റ്റ് നെയിം കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നെയിം കൊടുക്കാം. എന്നിട്ട് ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ടൈം സെക്കൻഡ്സ് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു വർക്ക് ഫ്ലോക്ക് ഒരു നെയിം കൊടുക്കുക. ഒരു വെൽക്കം മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെലക്റ്റഡ് കീവേഡ് വരുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് വരാം. ഓക്കെ, പിന്നെ അതേപോലെ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് ഞാനാണ് മെസ്സേജിലേക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാണ്, ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാണ്. നിങ്ങൾക്ക് ബ്ലറായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ഇതിൽ അത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആൾക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. ഇത് ഞാൻ അയച്ചതല്ല,
ഇപ്പോൾ ഹായ് അയച്ചു, ഹായ് ഫൈസി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോയതാണ്. അതാണ് നമ്മൾ വർക്ക് ഫ്ലോയിൽ ചെയ്യുന്നത്. അത് സ്പീഡാക്കണമെങ്കിൽ സ്പീഡാക്കി ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഷെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റ്, അതായത് ഫോളോ അപ്പ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു നെയിം എന്തെങ്കിലും ഇടുക, എന്നിട്ട് നിങ്ങൾക്ക് 1 to 1 നമ്പേഴ്സ്, ഇന്ന നമ്പേഴ്സിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആ നമ്പേഴ്സ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മളൊരു ടാബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലാബിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് സെലക്റ്റഡ് ഏതെങ്കിലും ഗ്രൂപ്പ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എന്താണ് മെസ്സേജ്, അതായത് ഫോളോ അപ്പ് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. പല ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് 10 seconds to 20 secondsലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷെഡ്യൂൾ, ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടാവും. ഇനി അതല്ല ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഇന്ന സമയത്ത്, അതായത് 2 മണിക്ക് പോയാൽ മതിയെങ്കിൽ നമുക്കിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസം 2 മണിക്ക് മെസ്സേജ് പോകും. പക്ഷേ ഈ ഒരു സിസ്റ്റം അവിടെ ഓപ്പൺ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ടൈമിലായിരിക്കും പോവുക. പിന്നെ കമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, അത് അവിടെ കൺഫർമേഷൻ ചോദിക്കും, ഇവിടെ ഹോൾഡ് കൊടുക്കുക ആൻഡ് സേവ് ഷെഡ്യൂൾ കൊടുക്കുക. ഇത്ര സെക്ഷനെ ഇതിൽ അവൈലബിൾ ഇതായിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മെസ്സേജസ് വീണ്ടും ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏതെങ്കിലും മെസ്സേജ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നോട്ട്സ്, എന്തെങ്കിലും നോട്ട്സ് ഓരോരുത്തർക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും യൂസ് ആവുന്ന സാധനങ്ങളാണ് വർക്ക് ഫ്ലോ, ഷെഡ്യൂൾ, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ റിമൈൻഡറിൽ നിങ്ങൾക്ക് ബ്ലർ സെറ്റിംഗ്, ഞാനിപ്പോൾ കാണിച്ചു തന്ന ബ്ലർ സെറ്റിംഗ് ഞാൻ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ബ്ലർ സെറ്റിംഗ് നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളെ ചാറ്റ് വേറൊരാൾ കാണേണ്ട, സിസ്റ്റത്തിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ലിങ്ക് ചോദിക്കും പല ആൾക്കാർ. അപ്പോൾ നിങ്ങളെ ഫോൺ നമ്പറും നിങ്ങളെ മെസ്സേജും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിങ്ക് അവർ തരും. പിന്നെ അതേപോലെ അൺടൈറ്റിൽസ് നിങ്ങൾക്ക് ഇവിടെ ഇത് ഫുള്ളാക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതേപോലെ ഗ്രൂപ്പ് ഗ്രാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പ് എങ്ങനെ ഗ്രാമ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇത് എക്സ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കിവിടെ സ്പെസിഫിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് കണ്ടോ, ഓൾ കോൺടാക്ട് ഫ്രം എ സ്പെസിഫിക് ഗ്രൂപ്പ്. അപ്പോൾ സ്പെസിഫിക് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് ഗ്രൂപ്പാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഡി ഹബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ജസ്റ്റ് ട്രയൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡൗൺലോഡ് എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഡാറ്റാസ് മൊത്തം നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ നിങ്ങളെ ചാറ്റിലുള്ള ആൾക്കാരെ മെസ്സേജ് ചെയ്തപ്പോഴുണ്ടോ അവരുടെ ഗ്രൂപ്പിലുള്ള മെസ്സേജസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സേജസ് അല്ല, അവരുടെ ഫോൺ നമ്പർ. പിന്നെ അതേപോലെ ഫ്രം കോൺടാക്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഓൾ കോൺടാക്ട് ഫ്രം ദ ചാറ്റ് ലിസ്റ്റ്. അതായത് ചാറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിലുള്ള ഇത്രയും ആൾക്കാർ, അടിയിലേക്കുള്ള ആൾക്കാരെ നമുക്ക് ഒന്നും കൂടി ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെയും നമുക്കിതിൽ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ബൾക്കായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലിങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അതിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിൽ ശ്രദ്ധിക്കാൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യുക. ഏറ്റവും സിമ്പിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോം എക്സ്റ്റൻഷനാണ്, മാക്ബുക്കിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ CRM ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇനി പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.